കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ വെച്ച് ആധികാരികമായിട്ട് ഞങ്ങൾ പറയുകയാണ്, ഇന്ത്യ സഖ്യത്തിന് കൃത്യമായി ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളത് വ്യക്തമാണ്. ഇതിൻ്റെ അങ്കലാപ്പിലാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജ്യവ്യാപകമായിട്ട് നാളിതുവരെ ഒരു ഭരണാധികാരികളും നടത്താത്തവണ്ണമുള്ള ഹീനമായിട്ടുള്ള നുണപ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ നുണകൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണം നടത്താനാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഫലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഡിസ്പറേഷനിൽ നിന്നുണ്ടായതാണ്, നിരാശയിൽ നിന്നുണ്ടായതാണ്, സംശയമില്ല. പക്ഷേ ഇവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ടൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ വളരെ വളരെ വ്യക്തമായിട്ടുള്ള പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപം ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് എല്ലാവർക്കും ഉണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഇന്നലത്തെ തന്നെ പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും അതിനെ തുടർന്ന് നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നടത്തിയ കംപ്ലയിൻറ്റിന് കോൺഗ്രസ് അധ്യക്ഷന് അയച്ച മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു അഡ്വൈസറി ടൈപ്പ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് പ്രസിഡൻറ്റിന് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത്, നഡ്ഡയ്ക്ക് അയച്ച കത്ത്, കോൺഗ്രസ് പ്രസിഡന്റ് അയച്ച കത്തിൽ അഗ്നിവീർ അടക്കമുള്ള കാര്യങ്ങൾ അത് തന്നെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അഗ്നിവീറിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഹിമാചലിലും പഞ്ചാബിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഏറ്റവും കൂടുതൽ ആളുകൾ വിമുക്ത ഭടന്മാരോ അല്ലെങ്കിൽ സേനയിൽ സർവീസ് ചെയ്യുന്നവരോ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ ആഗ്രഹമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഇവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് പൂർണ്ണമായും നിഷേധിക്കുന്ന സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചിരിക്കുന്നു. നാളിതുവരെയുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയുണ്ടായിട്ടില്ല. 17C ഫോമിൻ്റെ കാര്യം, 17C ഫോം എല്ലാ ഏജൻറ്റുമാരുടെ കയ്യിലും പോളിംഗ് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കേണ്ടതാണ് നിർബന്ധമായിട്ടും. സുപ്രീം കോടതിയിൽ അത് ഹാജരാക്കാൻ കഴിയില്ല, അത് മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. 10-12 ദിവസം ഡിലേ നടത്തി ആക്ച്വൽ പോളിംഗ് ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആകെ മൊത്തം ട്രാൻസ്പെറൻസിയുടെ അഭാവം, സുതാര്യതയുടെ അഭാവം ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഉണ്ടായിരിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് സംശയമില്ല. ഇതെല്ലാം ചെയ്താലും ഇത് കൃത്യമാണ്. അതിന് കണക്കായിട്ട് കുറേ പോൾ സ്ട്രാറ്റജിസ്റ്റിൻ്റെ കുറേ സർവേ അനാലിസ്റ്റുകൾ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ അത് വെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു അജണ്ട സെറ്റിംഗ് ആണ്. ഇനി എക്സിറ്റ് പോളുകളും വരും, നമുക്ക് നോക്കാം, എക്സിറ്റ് പോളുകളും വരും അതുപോലെ. എന്നാൽ യഥാർത്ഥത്തിൽ സാധാരണക്കാരൻ്റെ സർവേ വളരെ ക്ലിയറാണ്. സാധാരണക്കാരൻ്റെ സർവേ വളരെ ക്ലിയറായിട്ട് മോദി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരമുണ്ടെന്നും ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതുമാണ് യഥാർത്ഥമായിട്ടുള്ള അംശം.